നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം 4-ാമത്തെ അധ്യായം 28-ാമത്തെ ശ്ലോകം തൊട്ട് പറയണു. 56-ാമത്തെ ഭാഗം. ഓം മദ്ദത്തം നൈവ ഗൃഹന്തി പ്രീത്യാ ദേവാദ്വിജാതയ പ്രജാ ദുഃഖേന ശൂന്യോഹം പ്രാണാം ത്യക്തുമിഹാഗത. സത്യം പറഞ്ഞു, അതേപോലെ അരുതാത്തത്, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യണു എന്നുള്ളൊരു കുറ്റബോധത്തോട് കൂടിയിട്ട് ആണ് അത് പറയണത്. ഇപ്പോൾ ഞാനിങ്ങനെ പിതൃക്കൾക്ക്, ദേവന്മാർക്ക്, ബ്രാഹ്മണർക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന ഈ ജലം തൊട്ടുള്ള ഓരോന്നും ദേവന്മാരും ബ്രാഹ്മണരും സന്തോഷത്തോടെ അല്ല സ്വീകരിക്കുന്നത്. ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു വസ്തു സ്വീകർത്താവ് സ്വീകരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണെങ്കിലാണ് അതിന് ഫലം. ദാനം വാങ്ങാൻ പോകുന്ന ഒരാൾ ഈ സന്തോഷത്തെ ആ വാങ്ങുന്നയാളിൽ നിന്നും സ്വീകരിക്കണം. സ്വയമേവ അത് അനുഭവിക്കുകയും പുറമേക്ക് പ്രകടിപ്പിക്കുകയും വേണം. അപ്പോൾ ആരാ ദാനം വാങ്ങേണ്ടത്? സന്തുഷ്ടമാനസഃ വിപ്രാഹ. അപ്പോൾ ഈ ബ്രാഹ്മണന്മാർ സന്തോഷത്തോടു കൂടിയിട്ടാണ് വാങ്ങേണ്ടത്. ഇപ്പം നമുക്ക് ദാനം വാങ്ങാൻ അർഹതയുണ്ടോ? ഇല്ല. എന്താ കാരണം? സന്തോഷത്തോടു കൂടിയിട്ട് ദാനത്തെ വാങ്ങാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ ഇരിക്കുന്നതെങ്കിൽ ഞാൻ ദാനം വാങ്ങാൻ അർഹനല്ല. ദാനം വാങ്ങിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെ വിനിയോഗിക്കണം, മറ്റുള്ളവർക്ക് എങ്ങനെ അത് കൊടുക്കണം, ഇതിനെ ചെയ്യാൻ ഞാൻ തൃപ്തനല്ലെങ്കിൽ, സന്നദ്ധനല്ലെങ്കിൽ ഞാൻ ഈ ദാനം വാങ്ങാൻ അർഹനല്ല. ഞാൻ ആർക്കും ദാനം കൊടുക്കില്ല എന്ന് നിശ്ചയിക്കുന്ന ബിരുദന്മാരുണ്ട്. അതേപോലെ ഞാൻ ആരിൽ നിന്നും ദാനം വാങ്ങില്ല, അപരിഗ്രഹവ്രതം. കലികാലത്തിലെ അപരിഗ്രഹവ്രതമൊക്കെ സ്വീകരിക്കണം വെച്ചാൽ ഈ യതി സന്യാസിയൊക്കെ ആവണം, എന്നാലേ അതൊക്കെ പറ്റൂ. ആ സന്യാസി പോലും നമുക്കറിയാം, പുരാണങ്ങളിൽ പലതും പല സന്യാസിമാരും ചോദിച്ചു വാങ്ങുകയാണ്. അവർക്കൊന്നും ആവശ്യമുണ്ടായിട്ടല്ല. ഈ ജീവനെ ഇപ്പം ഈ ചോദിക്കുന്ന ആ സമയത്ത് ആ തരേണ്ട ആള് മുക്തനാവാനുള്ള സമയമായിരിക്കണം. അതുകൊണ്ട് ചോദിച്ചു വാങ്ങാൻ, എനിക്ക് അത് തരൂ. എനിക്ക് ആവശ്യമുണ്ടായിട്ടല്ല, അവരിൽ നിന്നും ആ പാപത്തെ ഒഴിവാക്കി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഈ ഒരു അർത്ഥത്തിൽ ദാനം ചോദിക്കാൻ എത്ര ആൾക്കാർക്ക് ധൈര്യമുണ്ട്? ഉണ്ടാവില്ല. എന്നാലോ ഇന്ന് ഭിക്ഷാദേഹികളെ ഉള്ളു. ഇനി എല്ലാവരും യാചിക്കുന്നവരാണ്. ഞാനടക്കം തരൂ 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 പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ വ്യത്യാസം മനസ്സിലായി ഉണ്ടാവും വിചാരിക്കണോ? എനിക്ക് അത് തീർത്ത് കൊടുക്കാനുള്ള കഴിവുണ്ട്, ഞാനത് തീർത്ത് കൊടുത്തോളാം, ഈ ഉറപ്പ് അതുണ്ടായിട്ടാണ് പറയണത് എനിക്ക് ദാനം തരൂ. അവർ ദാനം ചെയ്യണം ചിന്തിച്ചിട്ടില്ല, അപ്പോൾ പറയാണ് എനിക്ക് ദാനം തരൂ. എളുപ്പമല്ല, സന്യാസിയാണ്. അപ്പോൾ ഈ സന്യാസി എന്ത് വേണം? ഇത് വക്രിക്കപ്പെട്ടാലോ, ഇത് പാഖണ്ഡായാലോ അത് മഹാ ദുരിതാട്ടോ. പറയാൻ പറ്റില്ല, അതിൻ്റെ അതികഠിനാണ്. പറയണില്ലേ, വിശദീകരിക്കണില്ലേ, അത്ര മോശം. അപ്പം അതുകൊണ്ട് ഇവിടെ ഞാൻ സമർപ്പിക്കുന്നതായിട്ടുള്ള ഈ ഉദകം തൊട്ടുള്ള ഓരോന്നും, ഇപ്പോൾ തീർത്ഥം സമർപ്പയാമി, ജലം സമർപ്പയാമി, പൂജയ്ക്ക് ദേവന് കൊടുക്കേണ്ടതാ. ബ്രാഹ്മണന് ഈ വെള്ളം കുടിച്ചോളൂ കിട്ടുമോ? പിതൃക്കൾക്ക് പിതൃമിസ്തർപ്പയാമി നമ്മൾ കൊടുക്കുക. അപ്പം ഇങ്ങനെ കൊടുക്കുന്നത് അവർ സന്തോഷത്തോട് കൂടിയിട്ടല്ല സ്വീകരിക്കുന്നത്. കാരണം എൻ്റെ ഈ സന്താനമില്ലാത്ത ഈ ദുഃഖം അത് പുറമേക്ക് ഈ ദാനം കൊടുക്കുന്ന സമയത്ത് വരികയാണ്. ഇത് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ ഇതാ എന്നെ ഈ ശരീരത്തിൽ നിന്നും ഉപേക്ഷിക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുകയാണ്. ഈ ശരീരത്തിൽ നിന്നും എൻ്റെ ജീവനെ വേർപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ്. വെച്ചാൽ ആത്മഹത്യ ചെയ്യാൻ വന്നിരിക്കുകയാണെന്ന് സാരം. പലതരത്തിലാണ് ഈ നമ്മൾ ഇന്ന് ചെയ്യണ മറ്റേ ആത്മഹത്യ പോലെ അല്ല കേട്ടോ.
ട്രെയിനിൻ്റെ മുമ്പിൽ തലവയ്ക്കണ പോലെ അല്ല എന്ന് സാരം. സ്വയമേവ തന്നെ ആത്മപിണ്ഡം വയ്ക്കുക. ശിവപുരാണത്തിൽ അത് കുറച്ച് വിസ്തരിച്ച് പറയുന്നുണ്ട്. അവനവനെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വസ്ത്രം പോലും ഇല്ലാതെ ജനിച്ച പടിയായിട്ട് മാറി ഭഗവാനിലേക്ക് അങ്ങോട്ട് നടന്നു പോവുകയാണ്. ഇപ്പോൾ വ്യാസഗുഹ ഉണ്ട് അവിടെ ബദരിയിലെ കേദാർനാഥിൽ. അവിടെ ഇതുപോലത്തെ ആ ഗുഹയിൽ അങ്ങോട്ട് പോയാൽ പാണ്ഡവർ പോയ മഹാപ്രസ്ഥാനത്തിന് പോയ ഗുഹയിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു വരില്ല അത്രേ. എന്ന കൂട്ടത്തിൽ പലതും ഭൂമിയിലുണ്ട്. അതേപോലെ ഗുഹയൊന്നും വേണ്ട, വെറുതെ പോകാൻ സാധിക്കും. അത് ജലത്തിലേക്കാവാം, അഗ്നിയിലേക്കാവാം. ഇപ്പോൾ സരയൂ നദിയിൽ ശ്രീരാമൻ ഇറങ്ങിയ പോലെ, കാട്ടുതീയിലേക്ക് ഋഷഭദേവൻ പോയ പോലെ, അങ്ങനെയൊക്കെയാണ്. അപ്പം ഇങ്ങനെ ഞാനും ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ഈ ദേഹത്തെ ശ്രീരാമൻ്റെ മുമ്പിൽ വെച്ചിട്ട് ശരഭംഗൻ എന്ന മഹർഷി സ്വയമേവ ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സ്വയമേവ ഭഗവാന്റെ മുമ്പിൽ ഇരുന്ന് നാമം ജപിച്ച് ഭഗവാനെ കണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് ഭഗവാനെ കണ്ടുകൊണ്ട് തീയിലേക്ക് സമർപ്പിക്കാനുണ്ടായത് എന്ന കൂട്ടത്തിലാണ് ഞാനിപ്പോൾ വന്നത്. ആ ശ്രീരാമനെ പോലെയാണ് അങ്ങിപ്പോൾ എനിക്ക്. മദ്ദത്തം ന ഏവ ഗൃഹന്തി. ഇപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നതായിട്ടുള്ള ഓരോന്നും ന ഏവ ഗൃഹന്തി, സ്വീകരിക്കുന്നില്ല. പ്രീത്യ, സ്വീകരിക്കണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പ്രീത്യ ഗൃഹന്തി ന. അപ്പോൾ പ്രീതിയോട് കൂടിയിട്ടല്ല സ്വീകരിക്കുന്നത്. ആരൊക്കെ? ദേവ ദ്വിജാതയ അഭി. ദേവന്മാരായാലും ശരി, ബ്രാഹ്മണന്മാരായാലും ശരി, ദീനന്മാരായാലും ശരി, ആരും ഈ പ്രീതിയോട് കൂടിയിട്ടല്ല പിതൃക്കളടക്കം സ്വീകരിക്കുന്നത്. പ്രജാദുഃഖേന ശൂന്യ അഹം. എനിക്ക് സന്താനമില്ലാത്തത് കൊണ്ട് ഞാൻ ശൂന്യനായി തീർന്നിരിക്കുന്നു. എൻ്റെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് അഹം, ഞാൻ പ്രാണാൻ, എൻ്റെ പ്രാണങ്ങളെ, പഞ്ചപ്രാണങ്ങളെ ത്യജിക്കാൻ തയ്യാറായി. അത് 10 പ്രാണങ്ങളെ ത്യജിക്കാൻ തയ്യാറായി, ജീവനെ ഉപേക്ഷിക്കാൻ തയ്യാറായി. തെക്കുതും ഇഹ ആഗത, ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇഹ ആഗത. മത് ദത്തം ന ഏവ ഗൃഹന്തി പ്രീത്യ. ഞാൻ കൊടുക്കുന്നത് ഒന്നും, മദ്ദത്തം ന ഏവ, ഒന്നുമേ തന്നെ, ഗൃഹന്തി സ്വീകരിക്കുക, പ്രീത്യ ന ഏവ, പ്രീതിയോട് കൂടിയിട്ടല്ല ഞാൻ കൊടുക്കുന്നതൊന്നും സ്വീകരിക്കുന്നത്. ആരൊക്കെ? ദേവാഹ ദ്വിജാതയ, ദേവന്മാരും ബ്രാഹ്മണന്മാരും പിന്നെ ബാക്കിയുള്ളവരും. അപ്പോൾ സസ്യജാലങ്ങളായാലും ശരി, തിര്യക് ജാതി പശുവർഗ്ഗങ്ങളായാലും ശരി, ദീനന്മാരായാലും ശരി, ആരും പ്രജാദുഃഖേന ശൂന്യ അഹം. അതിന് കാരണം ഇതാണ്, എനിക്ക് സന്താനമില്ല. അതാണ് എൻ്റെ ദുഃഖം. അതുകൊണ്ട് പ്രാണാൻ ത്യക്തും, ഈ പ്രാണങ്ങളെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇഹ ആഗത, ഞാൻ അങ്ങനെ വന്നിരിക്കുക. അതിനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കണത്. മദ്ദത്തം ന ഏവ ഗൃഹന്തി, മദ്ദത്തം നൈവ ഗൃഹന്തി, പ്രീത്യാ ദേവാദ്വിജാതയ, പ്രജാദുഃഖേന ശൂന്യോഹം, പ്രാണാൻ ത്യക്തുമിഹ ആഗത. പ്രാണാൻ ത്യക്തും ഇഹ ആഗത, പ്രാണാൻ ത്യക്തുമിഹ ആഗത. ഇനി 29ാമത്തെ ശ്ലോകം. ദിഗ്ജീവിതം പ്രജാഹീനം, ദിഗ്ഗൃഹം ച പ്രജാം വിനാ, ദിഗ്ധനം ചാനവത്യസ്യ, ദിക്കുലം സന്തതിം വിനാ. ദിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം എന്നുള്ള അർത്ഥം വരിക. ദിക്ക് ജീവിതം, ജീവിതം തന്നെ കഷ്ട, നഷ്ടമാണ്. പ്രജാഹീനം, കുട്ടികളില്ലാതെ കണ്ടുള്ള ജീവിതം നഷ്ടമാണ്. ദിഗ് ഗൃഹം, പിന്നെ എന്തിനാ വീട്? കുട്ടികളില്ലാത്ത വീട് കാണാൻ വല്ല രസമുണ്ടോ? കുട്ടികളില്ലാത്ത അച്ഛനമ്മമാരെ കാണാൻ വല്ല സന്തോഷമുണ്ടോ? ദിഗൃഹം ച പ്രജാം വിന, കുട്ടികളില്ലാത്ത വീട് നന്നല്ല. കുട്ടികളില്ലാത്ത അച്ഛനമ്മമാർ അല്ല, കുട്ടികളില്ലാത്ത ദമ്പതികൾ, അവരെ കാണാൻ ഒരു ഭംഗിയില്ല, അവർ സന്തോഷം അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് സന്തോഷമില്ല. ദിഗ്ധനം ച അനവത്യസ്യ, കുട്ടികളില്ലാത്തതായിട്ടുള്ള ഈ ആർക്കായാലും വേണ്ടില്ല, അവർക്ക് ഈ ധനം, അതെന്തിനാ? ഈ ധനം ചിലവാക്കാൻ പറ്റില്ലല്ലോ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കാൻ പറ്റില്ലല്ലോ. ദിക്കുലം, പരമ്പര, സന്തതിം വിന, പിന്നെ ആ കുലം എന്തിനാ പറ്റുക? അപ്പോൾ സന്തതികളില്ലെങ്കിൽ പരമ്പര, കുലം നഷ്ടമാവും. കഷ്ടമാണ് ആ കാര്യം.
ധനം ഒരു ഉപയോഗവും ഇല്ലാതുകൊണ്ട്. ഗൃഹം വീട് എന്താ ഗുണം? ആവശ്യമില്ല. ജീവിതം പിന്നെന്തിനാ ജീവിക്കണം? കുട്ടികളില്ലാതെ കണ്ട് ജീവിച്ചിട്ട് കാര്യമില്ല. കുട്ടികളില്ലാതെ കണ്ട് ഗൃഹം വീടാവില്ല. കുട്ടികളില്ലാതെ കണ്ട് ഈ ധനം കൂട്ടിവെച്ചിട്ടൊരു കാര്യമില്ല. കുട്ടികളില്ലാതെ കണ്ട് പരമ്പര സന്തോഷപ്പെടില്ല. പിന്നെന്തിനാ ഞാൻ ജീവിക്കണത്? ധിക് ജീവിതം പ്രജാഹീനം ധിക് ഗൃഹം ച പ്രജാം വിന ധിക് ധനം ച അനവത്യസ്യ ധിക് കുലം സന്തതിം വിന. അതുകൊണ്ട് ഞാനിവിടെ അങ്ങയുടെ മുമ്പിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാണാംസ്യക്തും ഇഹ ആഗത. അതിനാണ് വന്നിരിക്കുന്നത്. അപ്പോഴാണ് അങ്ങയുടെ വരവ്. ഇനി 30-ാമത്തെ ശ്ലോകം. പാല്യതേയാ മയാധേനും സാ വന്ധ്യാ സർവഥാ ഭവേത് യോ മയാരോപിതോ വൃക്ഷ സോപി വന്ധ്യത്വമാശ്രയേത്. അതിൻ്റെ തെളിവുകൾ. എനിക്ക് സന്താനമില്ല, പോട്ടെ. ഞാൻ ഒരു പശുവിനെ നോക്കി വളർത്തി അങ്ങനെ ഉണ്ടാക്കി കൂട്ടുക. അത് മച്ചി പശുവായിട്ടാണ് വരണത്. ഞാൻ കുറച്ച് സസ്യജാലങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചു പലതരം എന്ന് കൂട്ടുക. അതൊന്നും പൂക്കണമില്ല, കായ്ക്കണമില്ല. വിളവ് 100 മേനി തരേണ്ടതാ, 5 മേനി തരണില്ല. ഞാൻ എന്തിനാ ചെയ്യുക? 99% 1 മേനി തരണില്ല. വിത്ത് കിട്ടണ്ടേ? അതും കൂടി കിട്ടണില്ല. പിന്നെ എന്തിനാ ഞാൻ അത് ചെയ്യണത്? അപ്പോൾ ഒരു മരം നട്ടാൽ അത് പൊടിച്ചു വരണില്ല, മുളച്ചു വരണില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അതിനെ പരിപാലിക്കാനോ ഒന്നും സാധിക്കണില്ല. കായും ഫലവും ഒന്നും ഉണ്ടായി തരണില്ല. അതേപോലെ തന്നെ തൊഴുത്തിൽ പശു ഉണ്ട്, അത് മച്ചി പശുവായിട്ടാണ് നിൽക്കണം. പിന്നെ എന്തിനാ ഞാൻ ഭാഗ്യമില്ലാത്ത ഒരാളാണ്, ഭഗവത് അനുഗ്രഹം ഇല്ലാത്ത ഒരാളാണ്. പാല്യതേയ മയാധേനും, ഞാൻ പാലിക്കുന്നതായിട്ടുള്ള പശുക്കൾ സാ വന്ധ്യ സർവഥാ ഭവേത്, എല്ലാ അർത്ഥത്തിലും അത് വന്ധ്യയാണ്. എത്ര എന്ത് ചെയ്താലും പ്രസവിക്കണില്ല, ഗർഭിണികളാവണില്ല. ഞാൻ പാലിക്കുന്നു എന്നൊരൊറ്റ കാരണം. ഞാനവിടെ വിറ്റിട്ട് വേറെ ഒരിടത്തിലേക്കാ പോയി കഴിഞ്ഞാൽ അവിടുന്ന് അത് ഗർഭിണിയാവുകയും ചെയ്യും, പ്രസവിക്കുകയും ചെയ്യും. നോക്കണേ, അത് ഇതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ, വ്യംഗ്യമാണ്. അല്ലെങ്കിൽ അടുത്തത് എന്നുള്ള നിലയ്ക്കാണ്. പാല്യതേയ മയാധേനും, ഞാൻ പാലിക്കപ്പെടുന്നതായിട്ടുള്ള ഈ പശുക്കൾ സാവന്ധ്യ, അതും വന്ധ്യ തന്നെയാണ്. എൻ്റെ ഭാര്യ വന്ധ്യയാണ്, ഈ പശുക്കൾ വന്ധ്യകളാണ്. സർവഥാ ഭവേൽ, എപ്പോഴും അങ്ങനെ. ഞാൻ പശുവിനെ ഇങ്ങനെ മാറ്റി മാറ്റി വരുന്നുണ്ടേ. എത്ര പശുവിനെ കൊണ്ടുവന്നാലും എല്ലാ പശുക്കളും ഒരേപോലെ വെച്ചാലോ. യോ മയാ രോപിതോ വൃക്ഷ, ഞാൻ പിന്നെ രോപിതം എന്ന് വെച്ചാൽ നട്ട് നനച്ച് വളർത്തുക, വെള്ളമൊക്കെ കൊടുക്കുക, അങ്ങനെ നനയ്ക്കുക എന്നുള്ള അർത്ഥം. അപ്പോൾ വെള്ളം കൊടുത്ത് അതിനെങ്ങനെ വളർത്തുകയാണ് വൃക്ഷത്തിനെ. ആ വൃക്ഷം സഹ അഭി വന്ധ്യത്വമാശ്രയത്, അത് പൂക്കണമില്ല, കായ്ക്കണമില്ല, കൊലയ്ക്കണമില്ല. വല്ലാത്തൊരവസ്ഥയാണ് എൻ്റെ കേട്ടോ. പാല്യതേയ മയാധേനും സാ വന്ധ്യ സർവഥാ ഭവേത് യോ മയാരോപിതോ വൃക്ഷ സോപി വന്ധ്യത്വമാശ്രയേത്. ഇനി 31-ാമത്തെ ശ്ലോകം. യദ്ഫലം മദ്ഗൃഹായാതം ശീഘ്രം തച്ച വിശുഷ്യതി നിർഭാഗ്യസ്യ അനവത്യസ്യ കിമിതോ ജീവിതേന മേ. എൻ്റെ ഗൃഹത്തിൽ ഇതേപോലെ എന്തെങ്കിലും തരത്തിൽപ്പെട്ടതായിട്ടുള്ള പൂവോ കായോ പഴോ ഒന്നും വന്നു ചേരുന്നോ അത് മുഴുവൻ അതിവേഗത്തിൽ ശുഷ്കിച്ചു പോകുന്നു. മരം കൊണ്ടുവന്നാൽ അത് മെരിയും. മരം നട്ട് വളർത്തിയാൽ വളരുന്നില്ല എന്നർത്ഥം. പശു അതിങ്ങനെ മെരിഞ്ഞ് വരും. അതിനൊന്നും തിന്നാൻ കൊടുക്കേണ്ടാവില്ല, എനിക്ക് അറിയില്ല. അല്ലെങ്കിൽ തിന്നാൻ കൊടുക്കാൻ വേണ്ടി ആത്മദേവം കൊടുക്കുന്നുണ്ട്. ഈ വൃത്യന്മാരാണോ ആരോ കൊണ്ടുപോകണമെന്ന് വെച്ചില്ല. നമ്മൾ എങ്ങനെ വിളിച്ചാൽ അങ്ങോട്ട് വ്യാഖ്യാനിച്ചോളൂ. ഏതായാലും പശു പ്രസവിക്കണില്ല, മരം വളരണമില്ല. വളം കൊടുത്താൽ അത് വളരല്ലേ വേണ്ടേ? അത് വളരണില്ല. അപ്പോൾ വളം അതിൻ്റെ തോട്ടിലിടായിട്ടാണെങ്കിലോ മരത്തിനൊരു ധർമ്മമുണ്ടേ, അത് ചെയ്യണില്ല. അപ്പം നീ അങ്ങനെയാണോ? അതൊക്കെ ശരി, അതിൽ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അതതിൻ്റെ വ്യംഗ്യമാണ്. ഏതായാലും ശുഷ്കിച്ചു പോകും. അത്രത്തോളം ഭാഗ്യമില്ലാത്തതായിട്ടുള്ള ഈ സന്താനമില്ലാത്ത കാരണേ. അതുകൊണ്ട് ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഞാൻ മരിച്ചു പോവാണ്. ഞാൻ എൻ്റെ ജീവിതം ഉപേക്ഷിക്കുകയാണ്. യദ്ഫലം മദ്ഗൃഹായാതം, ഏതൊരു ഫലമാണോ, ഇപ്പോൾ ഒരു പഴം ഞാൻ കൊണ്ടുവന്നു വെച്ചാൽ അത് വീട്ടിലെത്തുമ്പോഴേക്കും അത് ചുണങ്ങി ചുരുങ്ങി ചീഞ്ഞ് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ല, കളയേണ്ടി വരും. ശീഘ്രം തത് ച വിശുഷ്യതി, അവിടെ ഉണങ്ങി മെലിഞ്ഞ് വല്ലാണ്ടാവും, ഉപയോഗിക്കാൻ പറ്റില്ല.
പിന്നെ ഇനി പഴമായിട്ട് ഇപ്പോൾ കായ കൊണ്ടുവന്ന് പഴം ആവാറുണ്ട്. അപ്പോൾ കായ കൊണ്ടുവന്നാൽ പഴമല്ല ആവുക, അതിങ്ങനെ ചുക്കി ചുളിഞ്ഞിട്ട് തിന്നാൻ പറ്റാണ്ടേ ആവുക. നോക്കണേ, ഉപയോഗിക്കാൻ പറ്റില്ല എന്നർത്ഥം. നിർഭാഗ്യസ്യ അനപത്യസ്യ. ഇതിൻ്റെ കാരണം എന്താ? എനിക്ക് കുട്ടികളില്ല. എന്താ? നിർഭാഗ്യവാനായിട്ടുള്ള എനിക്ക് സന്താനമില്ല, അതാ ഇതിൻ്റെ കാരണം. കിമിതോ ജീവിതേന മേ. ഈ ജീവിതം കൊണ്ട് എനിക്ക് എന്താ ഒരു ഫലമുള്ളത്? ആർക്കാ ഒരു ഫലമുള്ളത്? എനിക്ക് മാത്രമല്ല, എൻ്റെ ജീവിതം കൊണ്ട് ആർക്കും ഫലമില്ല. അതുകൊണ്ട് ഞാൻ ജീവിതത്തെ ഉപേക്ഷിക്കണം. അത് വ്യംഗ്യമാണ്. യത് ഫലം മദ്ഗൃഹായാദം ശീഘ്രം തത് ച വിശുഷ്യതി. യത് ഫലം അത് ഗൃഹ ആയാദം ശീഘ്രം തത് ച വിശുഷ്യതി. നിർഭാഗ്യസ്യ അനപത്യസ്യ കിമിതോ ജീവിതേന മേ. യത് ഫലം മദ്ഗൃഹായാദം ശീഘ്രം തച്ച വിശുഷ്യതി. നിർഭാഗ്യസ്യ അനപത്യസ്യ കിമിതോ ജീവിതേന മേ. ഇനി 32ാമത്തെ ശ്ലോകം. ഇത്യുക്ത്വാ സ രുരോധോച്ചൈഃ തത്പാർശ്വേ ദുഃഖപീഡിത തദാ തസ്യ യഥേശ്ചിത്തേ കരുണാഭൂദ്ഗരീയസി. അതാണ് ദാനം ചെയ്തതിൻ്റെ ഫലം. ഇങ്ങനെ പറഞ്ഞ് ദുഃഖം സഹിക്കവയ്യാതെ കണ്ട് കുറച്ച് ഉറക്ക കരഞ്ഞു. ഒരു ആക്രാന്ത ഭാവം തന്നെ. അങ്ങനെ കരഞ്ഞു. വെറുതെ കരയല്ല, ഈ യതിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്നുള്ളത് ഒരു അനന്യ ശരണാഗതി. ഭഗവാനിൽ നിന്ന്, ഭഗവാനാണ് യതിയെ പറഞ്ഞയച്ചത്, എനിക്കൊരു ഫലം ഉണ്ടാവും എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ കരഞ്ഞു. അനന്യ ശരണാഗതിയാണ്. ആ ബ്രാഹ്മണൻ ഈ സന്യാസിയുടെ കാല് പിടിച്ച് ഇങ്ങനെ ഉറക്കെ കരഞ്ഞു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു കാരുണ്യഭാവം ഉണ്ടായി. യതിയുടെ മനസ്സിൽ ഈ ബ്രാഹ്മണനെ രക്ഷിക്കണം എന്ന് തോന്നി എന്നതാണ്. അതാണ് ഭഗവാന്റെ കൃപ, അതാണ് അവതാരം. ഇതി ഉക്ത സ, ഇങ്ങനെ നന്നായിട്ട് പറഞ്ഞു. അപ്പോൾ കാര്യങ്ങൾ നല്ല മനസ്സിലായി. അങ്ങനെ സഹ രുരോധഃ, എന്നിട്ട് സ്വയമേവ ദുഃഖിച്ചു. ഉച്ചൈഹി, വളരെ ഉറക്ക തന്നെ. തത് പാർശ്വേ, അദ്ദേഹത്തിൻ്റെ സമീപത്തിൽ. ഇപ്പോൾ അവിടെ കാല് പിടിച്ചു, കരഞ്ഞു, കിടന്നു, ഉറക്കെ കരഞ്ഞു, കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. ദുഃഖപീഡിത, ഈ ദുഃഖം കൊണ്ട് അസഹനീയമായിട്ടുള്ള പീഡകളെ സ്വയം മാനസികമായിട്ടും ശാരീരികമായിട്ടും അനുഭവിച്ച് അത് പ്രകടിപ്പിച്ചു. അങ്ങനെ ആ സന്യാസിയെ ശരണം പ്രാപിച്ചു. അതാണ് തഥാ തസ്യ, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ യഥേഹേ ചിത്തെ, ഈ ആത്മദേവനോട് യതിയുടെ മനസ്സിൽ കരുണ അഭൂത്, നല്ലൊരു കാരുണ്യഭാവത്തെ ഉണ്ടായി. ഗരീയസി, ഗുരുത്വത്തോട് കൂടിയിട്ട് നിർബന്ധമായിട്ടും ഈ ഇദ്ദേഹത്തിനെ സഹായിക്കണം എന്നുള്ള തോന്നൽ ഭഗവാൻ തോന്നിച്ചു. കരുണ, പിന്നെയോ കൃപാഭര ആണ്. എത്രത്തോളം കാരുണ്യം! ഭക്തവത്സല, ഭഗവാന്റെ വിശേഷണങ്ങളാണ്. അതൊക്കെ ഈ യതിക്കും സംഭവിച്ചു എന്നാണ്. കരുണാഭൃശം, ഏറ്റവും കരുണ വന്നു. പിന്നെയോ കരുണ അഭൂത് ഗരീയസി, ഗുരുത്വത്തോടു കൂടിയിട്ടുള്ള കരുണ വന്നു എന്നാ. അപ്പം എന്താ? ചെയ്തു കൊടുത്തോളാം എന്നൊരു പ്രതിജ്ഞ പോലെ ചെയ്യൽ കഴിഞ്ഞു. ഇപ്പോൾ അത് പറയും വേണ്ട, ഒന്നും ചെയ്യണ്ട, പക്ഷേ അത് വന്നു കഴിഞ്ഞു, കൊടുത്തോളാം എന്ന്. ഇതി ഉക്ത്വാ സ രുരോധഃ ഉച്ചൈഹി, വളരെ ഉച്ചത്തിൽ ഇങ്ങനെ കരഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം തത് പാർശ്വ, ആ അദ്ദേഹത്തിൻ്റെ പാർശ്വത്തിൽ, ഈ യതിയുടെ പാർശ്വത്തിലെ സമീപത്തിൽ ദുഃഖപീഡിത, ദുഃഖം കൊണ്ട് വളരെ വിഷമിച്ചുകൊണ്ട്, ശരീരത്തിൻ്റെ പീഡകൾ പലതും വരും, ദുഃഖിച്ച് കരയുമ്പോൾ ഒക്കെ പീഡകൾ പലതും വരും, അതൊക്കെ അനുഭവിച്ചുകൊണ്ട് കടന്നു ആശ്രയിച്ചു. ആ സമയത്ത് തഥാ തസ്യ യഥേഹേ ചിത്തെ, ആ സമയത്ത് യതിയുടെ ചിത്തത്തിൽ കരുണ അഭൂത് ഗരീയസി, വളരെ ഗുരുത്വമാർന്ന കനം കൂടിയതായിട്ടുള്ള ഒരു ഇത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന രീതിയിൽ ഒരു തീരുമാനം, കരുണയോട് കൂടിയിട്ട് ഇദ്ദേഹത്തെ ഞാൻ രക്ഷിക്കാം എന്ന് തീരുമാനിച്ചു എന്ന് സാരം. ഇത്യുക്ത്വാ സ രുരോധോച്ചൈഃ തത്പാർശ്വേ ദുഃഖപീഡിത തഥാ തസ്യ യഥേശ്ചിത്തേ കരുണാഭൂദ്ഗരീയസി. 33ാമത്തെ ശ്ലോകം. തദ്ഫലാക്ഷരമാലാം ച വാചയാമാസ യോഗവാൻ സർവം ജ്ഞാത്വാ യതി പശ്ചാത് വിപ്രമൂചേ സവിസ്തരം. ആ ബ്രാഹ്മണൻ്റെ, ആത്മദേവൻ്റെ ശിരസ്സിൽ എഴുതിയിരിക്കുന്നതായിട്ടുള്ള അക്ഷരമാലയെ, ജാതകം എന്നർത്ഥം,
ആ സന്യാസി നല്ലോണം യതി വായിച്ചു. അത്രത്തോളം യോഗപ്രഭാവം ആ യതിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതുകൊണ്ട് ആ യതി പറഞ്ഞു ആത്മദേവനോട്, മുഞ്ചാജ്ഞാനം പ്രജാരോപം ബലിഷ്ഠ കർമ്മണോ ഗതി വിവേകം തു സമാസാദ്യ ത്യജ സംസാര വാസന. ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് വേണം. അങ്ങനെയാണ്. തത് ഫല അക്ഷരമാലാം ച, തത് ഭാല നെറ്റിയില്ല, ഭാല എന്ന് പറഞ്ഞാൽ നെറ്റി. തത് ഭാല അക്ഷരമാലാം ച, ആ അക്ഷരമാല വെച്ചാൽ ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള മാല എന്ന് പറഞ്ഞാൽ കോർത്ത് മുത്തുകൾ ഇങ്ങനെ കോർത്ത് മാലയാവാം, മാലയിൽ പൂവാവാം, മുത്താവാം, രത്നാവാം, മണികൾ ഏതാച്ചാവാം. അപ്പോൾ ഈ ഓരോരോ ജന്മത്തിലെയും പൂർവം ചെയ്തിട്ടുള്ള ഓരോന്നുമായിട്ട് ഇങ്ങനെ ജാതകം വായിച്ചു. നമുക്ക് കൈ നോക്കണം, കവടി നടത്തണം, ഇതൊന്നും വേണ്ട. മുഖം ഭാവം കണ്ടാൽ മതി എന്നാ, ആളെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ ബ്രാഹ്മണൻ്റെ അക്ഷരമാല മുഴുവൻ ജാതകം നടത്തും, അതാണ് ഉദ്ദേശിച്ചത്. തത് ഭാല അക്ഷരമാല, ആ നെറ്റിയിൽ എഴുതിയതായിട്ടുള്ള അക്ഷരങ്ങളെ, മാലയായിട്ടുള്ള അക്ഷരങ്ങളെ വായിച്ചു, അതാണ് വാച്യാർത്ഥം. ച വാചയാമാസ, നന്നായിട്ട് വായിച്ചു. യോഗവാൻ, മഹായോഗിയാണ്. അപ്പോൾ നമ്മുടെ തലയോട്ടിയിലാണ് നമ്മുടെ പൂർവ്വജന്മങ്ങളെക്കുറിച്ചും വരും ജന്മങ്ങളെക്കുറിച്ചും ഒക്കെ എഴുതിയിട്ടുണ്ടാവുക. തലയിൽ വര എന്ന് പറയാറില്ലേ? ഈ തലയിൽ വര ബ്രഹ്മാവിനാൽ എഴുതിയതാണ്. ആ എഴുതിയത് നെറ്റിയിലുണ്ടാവുന്ന. അപ്പോൾ നന്നായിട്ട് ചന്ദനം, ഭസ്മം ഒക്കെ കുറിയിടണം, കുങ്കുമം ഒക്കെ കുറിയിടണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റാൻ കഴിയും. ഹോമഭസ്മത്തെ കുറിയിടുക, 3 വരലുകളെ കൊണ്ടാണ് കുറിയിടേണ്ടത്. ചെറുവരലും തള്ളവരലും ഉപേക്ഷിച്ചു കൊണ്ടാണ് വേണ്ടത്. വൈഷ്ണവര് നടുക്കിൽ ഗ്യാപ്പും വേണം. അത് കഴിഞ്ഞാൽ ചന്ദനക്കുറി, അത് കഴിഞ്ഞാൽ ചുവന്ന കുറി, ഈ കുങ്കുമം. അതിന്നിപ്പോൾ കുങ്കുമം അത് വിശദീകരിക്കണില്ല, ചന്ദനവും വിശദീകരിക്കണില്ല. അതേപോലെ കരിപ്രസാദം, മൃത്യുഞ്ജയായാലും ഗണോദ്യമമായാലും കരിപ്രസാദമുണ്ട്. കരി തന്നെയാണ് വേണ്ടത്, ശരിക്കും കറുത്ത, മാക്സിമം ബ്ലാക്കിഷ് ആവണം. അത് വേണം കുറിയിടാനായിട്ട്. അപ്പോൾ അതിനൊക്കെ ചില ഈ മണ്ടയിൽ വരെ മായ്ക്കാൻ പറ്റും. അപ്പോൾ അത് നെറ്റിയിലാണ് എഴുതിയിട്ടുണ്ടാവുക. അത് യതി വായിച്ചു. തത് ഫല അക്ഷരമാലാം ച വാചയാമാസ. ഈ ദുഃഖങ്ങളെ മുഴുവൻ തീർക്കാനുള്ള കഴിവ് ചന്ദനത്തിലുണ്ട്. ഒറിജിനൽ ചന്ദനം അടച്ചാൽ അത് പ്രസാദമായിട്ട് ഭഗവാന് ചാർത്തി ചെയ്ത് നമ്മൾ തീർത്ഥജലം ചില കൂട്ടേണ്ടതിന് കണക്കൊക്കെ ഉണ്ട്. അതിന് ചില ഗംഗാവാഹനം, അതേപോലെ തന്നെ ഈ ചില മന്ത്രങ്ങൾ, പുണ്യാഹ മന്ത്രങ്ങളെയൊക്കെ ജപിച്ചിട്ട് വേണം അത് തീർത്ഥാക്കാനൊക്കെ. അതൊക്കെ തീർത്ഥാക്കിയിട്ട് വേണം അതിൽ ഈ പ്രസാദം ചന്ദനത്തിൽ ചേർത്ത് അത് ഇളക്കി പാകാക്കിയിട്ട് വേണം കുരിടാൻ. അത് ഭ്രൂമധ്യത്തിൽ വേണം ചന്ദനം കുരിടാൻ. അപ്പോഴാണ് ഈ ജീവൻ്റെ താപങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കുക. ജീവൻ്റെ താപങ്ങൾ ഇല്ലാണ്ടാക്കുമ്പോൾ ശരീരത്തിൻ്റെ താപങ്ങളും ഇല്ലാണ്ടാവും. ഭ്രൂമധ്യത്തിലാവുമ്പോൾ ജീവൻ ഇരിക്കുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് ചന്ദനം ഭ്രൂമധ്യത്തിൽ തന്നെ കുരിടണം എന്ന് പറയുന്നത്. ലേശം നെറ്റിയിൽ നിന്ന് താഴത്തേക്ക്, മൂക്കിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് നിർത്തണമെന്നാണ്. അവിടെയാണ് അത്രേ. കണ്ണിൻ്റെ നടുക്കിൽ നെറ്റിയുടെ ഭ്രൂമധ്യം കഴിഞ്ഞ് ലേശം കൂടി പുറത്തേക്ക്, അങ്ങനെയൊക്കെ വേണം. അതാണ് ഗോപിക്കുറി ആവാനുള്ള കാരണം തന്നെ അതാ. അങ്ങനെ ഈ കുറി തൊട്ടിട്ട് അപ്പം അതും കഴിഞ്ഞിട്ട് വേണം കുങ്കുമക്കുറി കേട്ടോ. അതും കഴിഞ്ഞിട്ട് വേണം ഈ കരിപ്രസാദം. അപ്പോൾ ശരിക്കും കരിപ്രസാദം ഏറ്റവും മുകളിൽ ടോപ്പിൽ, അതിൻ്റെ താഴെ കുങ്കുമം, അതിൻ്റെ താഴെ ചന്ദനം, ഇങ്ങനെയൊക്കെയാണ് നിയമം. എന്തായാലും ഭസ്മക്കുറി വിലങ്ങനെ. ഏതായാലും ഇങ്ങനെയൊക്കെ കുറിയിട്ട് കഴിഞ്ഞാൽ ഹോമഭസ്മം ആയതുകൊണ്ട് മന്ത്രത്തിൻ്റേതായിട്ടുള്ള ഫലങ്ങളൊക്കെ കിട്ടുന്ന. അതായത് മന്ത്രം നമ്മൾ ജപിച്ചിട്ടാണല്ലോ കുറിയിടുക. മന്ത്രങ്ങൾ ജപിച്ചിട്ടാണല്ലോ ഹോമം ചെയ്യുക. ഹോമഭസ്മം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു സമ്പാദം എന്നുള്ള നിലയ്ക്ക് അത് വരിക. സമ്പാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യ് ഹോമിക്കുമ്പോൾ ഹോമിച്ചതിൻ്റെ ഒരു ഇത്തിരി ബാക്കി സമ്പാദമായിട്ട് കൊടുക്കുന്നത് സമ്പാദം. ഹോമഭസ്മം എന്നുള്ളത് ഹോമിച്ചതിൻ്റെ ബാക്കി അതിലുള്ളതായിട്ടുള്ള ആ കരിപ്രസാദമാണത്. അപ്പോൾ അത് ഭസ്മമായിട്ട് എടുക്കുമ്പോൾ ഭസ്മം കുറിയിടാം. അതിൽ തന്നെ ഈ കരി ഉണ്ടാവും, കറുത്ത. അത് നെയ്യിലൊക്കെയാണ് ചാലിക്കുക. എന്തിലാണ് ചാലിക്കേണ്ടതെന്നുള്ള പ്രമാണമൊന്നുമില്ല. നെയ്യിലാണ് ചാലിക്കാറ്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ വിളക്ക് വയ്ക്കുമ്പോൾ വിളക്കിൽ പൂജയ്ക്ക് വിളക്ക് അനവധി നേരം കത്തുമതേ, അനവധി നേരം കത്തും. ഓട്ടുവിളക്കിൽ ഈ എണ്ണ, നല്ലെണ്ണ, ശുദ്ധമായിട്ടുള്ള എള്ള എണ്ണ അത് കത്തിച്ചാൽ
അതിൻ്റെ നെയ്യപ്പത്തിൻ്റെ മണമൊക്കെ വരും. ഒരു 4 മണിക്കൂറൊക്കെ കത്തിക്കുമ്പോഴേക്കും നെയ്യപ്പത്തിൻ്റെ മണമൊക്കെ വരും, ഓട്ടുവിളക്കിലാണെങ്കിൽ. അത് മറ്റേ ഈ കരിപ്രസാദത്തിൽ ചേർത്ത് ഈ കൊടിവിളക്കിൽ മറ്റേ നെയ്യ് അത് ചേർത്ത് അതും ഓട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ശുദ്ധി ഈ കരിപ്രസാദവും കൂടി അങ്ങോട്ട് ചേർത്തിട്ട് അത് നെറ്റിയിൽ തൊട്ട് കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാ വേദനകളും ഇല്ലാണ്ടാവും. ഈ ഹോമം ചെയ്യുന്ന വസ്തുക്കൾ അതിൻ്റേതായിട്ടുള്ള ചിലത് ബാക്കി ഈ കരിപ്രസാദത്തിൽ ചേർക്കും, ഈ ഹോമഭസ്മത്തിൽ ചേർക്കും. സ്വയമേവ ചേരും അത് അതിൻ്റെ ഉള്ളിൽ. അതാണ് ഭസ്മം. അപ്പോൾ ദ്രവ്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ അഷ്ടദ്രവ്യമാണെന്ന് വെച്ചാൽ ഗണോദയമത്തിന് അഷ്ടദ്രവ്യമാണ്. വളരെയധികം മൂല്യമുണ്ട് അതിന്. നാളികേരായാലും എള്ളായാലും കരിമ്പായാലും ഗണപതി നാരങ്ങയായാലും അവില് മലര് പഴം ഒക്കെ ഉണ്ടല്ലോ. അതിൻ്റെ ഒക്കെ അതിൻ്റേതായ വലിയ ഫലങ്ങളുണ്ടായില്ല. അതേപോലെ തന്നെ ചമതയായാലും ഈ കവ്യമല്ല ഹവിസായാലും പാല് കറുക ഇതൊക്കെ ചേരി ഹോമദ്രവ്യങ്ങളിലെ എന്തെല്ലാം വസ്തുക്കൾ ചേരും. അതിൻ്റെയൊക്കെ ഒരു ഫലം. പിന്നെ കത്തിക്കുന്നത് ചിരട്ടയും ചിരട്ട വളരെ കുറച്ചേ ഉള്ളൂ, ആകെ 2 ചിരട്ട. അതല്ല ചിരട്ടയല്ല, ചകിരിയും പ്ലാവിൻ്റെ വിറകും. അതിനും എത്ര ഔഷധം പോലും നിശ്ചയില്ല. ഇനി പ്രയോഗങ്ങളാണ് വെച്ചാൽ കടലാടി പോലത്തെ ചമതകൾ, അത്തിച്ചമത, പാലുള്ള ചമതകൾ, ചിറ്റമൃത്, പേരാലിൻ്റെ മുട്ട, ഇങ്ങനെ പാലുള്ള വൃക്ഷങ്ങളുടെ ഇപ്പോൾ ഈ എരിക്കിൻ്റെ ചമത ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ ഫലം ഈ മണ്ടയിൽ വരെ മായ്ക്കാൻ പറ്റും ഈ ഭസ്മക്കുറി തൊട്ടാലേ. ഇതൊക്കെ പ്രേതകാര്യങ്ങൾക്ക് പറയുന്ന കാര്യങ്ങളാണ്. ഈ പൂർവികർക്കുള്ള സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ നിയമേന നമ്മൾ ഈ പരിഹാരം ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതൊക്കെ പറഞ്ഞു കൊടുത്ത് അതൊക്കെ ചെയ്യിക്കാറുമുണ്ട്. ഒരു കൊല്ലം ഈ ഹോമഭസ്മം കുറിയിടണം, ഒരു കൊല്ലം ഈ സംവാദം സേവിക്കണം. കൊല്ലത്തിൽ ഒരിക്കലാണ് അപ്പോൾ ഈ ഭാഗവതം മുഴുവനെ വായിക്കുക. അത് എല്ലാ ദിവസവും 1 ശ്ലോകമോ 2 ശ്ലോകമോ 10 ശ്ലോകമോ 1 അധ്യായമോ ഒക്കെ വായിക്കണം എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ചെയ്താലേ ഫലമുള്ളൂ. ഇപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ കല്യാണം നടക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം. സന്താനം ഉണ്ടാവണം വെച്ചാൽ ഇതൊക്കെ ചെയ്യണം. അപ്പോൾ വിധിപ്രകാരമാണ് ഈ താന്ത്രിക വിധി ചെയ്യുന്നത് എങ്കിൽ അതിന് ഫലമുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട്, ഇങ്ങനെ ഭാഗവതം അറിഞ്ഞിട്ട് ആണ് ഇത് ഈ തന്ത്രി ചെയ്യുന്നത് വയ്ക്കുക. അത്രയും ഫലം വേറെ ഒരാൾക്കും തരാൻ സാധിക്കില്ല. അത് അതേപോലെ ഈ ക്ലയൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം വളരെ കൂടുതലാണ്. അപ്പോൾ ഭാഗവതം എത്രയാണ് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറഞ്ഞാൽ പറ്റില്ല, പറഞ്ഞാൽ അവസാനിക്കില്ല അത്. അതുകൊണ്ടാണ് ഭാഗവതാചാര്യനാണ് എല്ലാവർക്കും മീതെ സ്ഥാനം എന്ന് പറയാനുള്ള കാരണം. ഭാഗവതം വായിക്കുന്ന ആളെ ആ പരിഹാര കർമ്മത്തിൽ അയാൾ വായിക്കണം കൂടി ഉണ്ട് അത്രേ എന്ന് പറയുന്ന തന്ത്രിക്ക് ഒന്നും അറിയില്ല എന്ന് തന്നെ അതിൻ്റെ സത്യം. ഈ ഭാഗവതം അറിയുന്ന ഒരാളാണ് ആ തന്ത്രി എങ്കിൽ ആ തന്ത്രി ചെയ്യുന്ന ഈ തന്ത്രത്തിൻ്റെ ഫലം ഈ ക്ലയൻറ്റ് അതേപോലെ ചെയ്യുകയാണെങ്കിൽ സിദ്ധിച്ചിരിക്കും. ഈ ന്യൂനത കുറയ്ക്കാൻ സാധിക്കും എന്നർത്ഥം. അത് ഭഗവത് അനുഗ്രഹമായിട്ട് കിട്ടും. അപ്പോൾ ആ തന്ത്രി എത്ര മീതെ എന്നുള്ളത് പറയാൻ പറ്റില്ല, അത്രയും മീതെയാണ്. ആ ഒരു സങ്കല്പത്തിലേക്ക് ഈ തന്ത്രിയുടെ പ്രവർത്തനങ്ങളും കൂടി വരികയാണെങ്കിൽ ഈ ലോകം കൃതയുഗമായിട്ട് മാറും. കലിയുഗം ദ്വാപരം കഴിഞ്ഞ് ത്രേതായുഗം കഴിഞ്ഞ് കൃതയുഗമായിട്ട് മാറും. മനസ്സ് സമർപ്പിതമായിരിക്കണം. ചെയ്യുന്ന പ്രവൃത്തികൾ ശുദ്ധം ആയിരിക്കണം. അങ്ങനെ ഈ ക്ലയൻറ്റും അതിനോട് അനുസരിച്ച് സ്വീകരിക്കുകയാണെങ്കിൽ ഫലം ഉറപ്പാണ്. ദേഹത്തിൻ്റെയും മനസ്സിൻ്റെയും ഭൗതികത ലൗകികത അത് മുഴുവൻ കുറവുകളെ തീർത്തു തരും. അത്ര ഉറപ്പാണ്, ഫലമുണ്ട്. അപ്പോൾ തത് ഫാലാക്ഷരമാലാം, അതാണ് ആ നെറ്റിയിൽ എഴുതിയതായിട്ടുള്ള ഈ അക്ഷരമാല ജാതകത്തെയാണ് ആ യതി വായിച്ചത്. വാചയാമാസ യോഗവാൻ, യോഗിയാണ്. അതാണ് സർവം ജ്ഞാത്വ യതിഹി, അതുകൊണ്ട് എല്ലാം ആ യതി മനസ്സിലാക്കി. പശ്ചാത് വിപ്രം ഊജെ സവിസ്തരം, അതിനുശേഷം ഈ ബ്രാഹ്മണനോട് പറഞ്ഞു, സവിസ്തരം പറഞ്ഞു. ദൈവജ്ഞൻ, അപ്പോൾ ജ്യോതിഷിയാണ്. ഈ തന്ത്രിക്ക് ജ്യോതിഷം അറിയണം. ഭാഗവതം വായിക്കുന്ന ആളെ ശരിക്കും ജ്യോതിഷം അറിയണം.
അങ്ങനെയാ പറയുക. നിമിത്തശാസ്ത്രം കൊണ്ട് കുറച്ചെടുക്കാൻ പറ്റും, അത് പോരാ. ശരിക്കും ജ്യോതിഷം പഠിച്ച് അങ്ങനെ വേണം. കുറച്ച് തന്ത്രവും പഠിക്കണം, തന്ത്രിയാവണം, ഭാഗവതം അറിയണം, ജ്യോതിഷം പഠിക്കണം, മറ്റുള്ള പുരാണങ്ങൾ, വേദം ഒക്കെ അറിയണം. അങ്ങനത്തെ ഒരാൾക്ക് മാത്രമേ ഈ ആചാര്യസ്ഥാനത്ത്, ഗുരുസ്ഥാനത്തൊക്കെ ഇരിക്കാൻ അർഹതയുള്ളൂ. അവർക്ക് ഈ ഈശ്വരപ്രാപ്തിയാണ്. ആ ഈശ്വരപ്രാപ്തി കിട്ടിയ ഒരു ഭാവത്തിലാണ് ഈ യതിയെ ഇവിടെ ചിത്രീകരിച്ചിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ബാലാക്ഷരമാലാം വാചയാമാസ, നെറ്റിയിൽ എഴുതിയതായിട്ടുള്ള ഈ ജാതകം, തലയോട്ടിയിൽ എഴുതിയതായിട്ടുള്ള ഈ ജാതകം. ഇപ്പൊ ശിവനൊക്കെ ശ്രീപാർവതിയുടെ തലയോട്ടിൽ എഴുതിയത് ഇങ്ങനെ വായിച്ചിട്ടേ. അപ്പോൾ എത്രയാ ഇതിൻ്റെ ഒരു നിശ്ചല. അതാണ് ഭാഗവതം. അപ്പം അത് വായിച്ചു. ആര്? ഈ യതി വായിച്ചു. യോഗവാൻ, യോഗിയാണ്, മഹായോഗിയ. സർവം ജ്ഞാത്വ, ഈ വിപ്രന്റെ, ഈ ബ്രാഹ്മണന്റെ, ആത്മദേവന്റെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കി. എന്നിട്ട് യതി പശ്ചാത്, യതി അതിന് ശേഷം വിപ്രം, ഈ ആത്മദേവനോട് ഊചേ പറഞ്ഞു. സവിസ്തരം, പൂർവ്വം മുഴുവൻ പറഞ്ഞു. പക്ഷെ ഇവിടെ പറഞ്ഞു എന്നേ പറയണുള്ളൂ, പറഞ്ഞത് പറയണില്ല. പറഞ്ഞത് കുറച്ചേ പറയണുള്ളൂ. അത് 7 ജന്മത്തിൽ ഇനി കുട്ടികൾ ഉണ്ടാവണില്ല എന്ന് ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞു. അതല്ല, ഒക്കെ പറഞ്ഞല്ലോ. തദ്ഭാല അക്ഷരമാലാം ച വാചയാമാസ യോഗവാൻ സർവം ജ്ഞാത്വാ യതി പശ്ചാത് വിപ്രമൂചേ സവിസ്തരം. ഇങ്ങനെ 33ാമത്തെ ശ്ലോകം കൂടി പറഞ്ഞു. ഇനി യതി അതിന് ഉത്തരം പറയുന്നതായിട്ടുള്ള ശ്ലോകമാണ്. അത് വായിച്ചു. മുഞ്ച അജ്ഞാനം പ്രജാരൂപം ബലിഷ്ഠ കർമ്മണോ ഗതി വിവേകന്തോ സമാസാദ്യ ത്യജ സംസാരവാസന. കർമ്മത്തിൻ്റെ ഗതി ബലിഷ്ഠമാണ്. കർമ്മത്തിൻ്റെ ഗതി അത് വളരെ ഉറപ്പുള്ളതാണ്. അതുകൊണ്ട് ജീവിക്കാം എന്നുള്ള അത് വേണ്ട. സംസാരത്തെ ഒഴിവാക്കാൻ വേണ്ടത് എന്തോ അതാണ് ചെയ്യേണ്ടത്. അജ്ഞാനത്തെ ഒഴിവാക്കിക്കോളൂ. ഇതാണ് പറയുന്നത്. നാളെ വിസ്തരിച്ച് പറയാം, അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. എല്ലാ ഭക്തന്മാരോടും പറയാണ്, ഗ്രൂപ്പിലേക്ക് ആൾക്കാരെ ചേർക്കുക. അനവധി അറിവുകൾ എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞുതരും. ഞാനൊരു ഗുരുസ്ഥാനത്ത് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പറഞ്ഞു വന്നതിൻ്റെ സാരം, എനിക്കറിവുള്ളതിനെ ഞാൻ പറഞ്ഞുതരും. തെറ്റ് ശരി അതൊക്കെ പുസ്തകം നോക്കിയിട്ടോ അല്ലെങ്കിൽ ഗുരുക്കന്മാരോടൊക്കെ ചോദിച്ച് മനസ്സിലായിക്കൊള്ളാം. എനിക്കറിവുള്ളത് ഞാൻ പറഞ്ഞുതരും. ഒരു ന്യായവാദവും ഇല്ല. അത്രയും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതല്ലാതെ കൊണ്ടൊന്നും പറയാൻ പറ്റുന്നു അല്ല. മറവി രോഗമുണ്ട്, അതിപ്പോൾ നിവൃത്തിയില്ല. അപ്പോൾ കേട്ട് കഴിഞ്ഞാൽ ലാഭം ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശ്യം. കാരണം ഞാനും അങ്ങനെയാണ് പഠിച്ചത്. ഒന്നും അറിവില്ലായിരുന്നു. ഒരു ഗുരുവിൻ്റെ അടുത്തും പോയിട്ടില്ല. ഗ്രന്ഥങ്ങളെ മാത്രം ആശ്രയിച്ച്. അതേപോലെ ചില സൂത്രവഴികളൊക്കെ ഉണ്ട് പഠിക്കാനേ. പഠിക്കാൻ അങ്ങനെയുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതാണ് പറഞ്ഞു തരുന്നത്. അത് എല്ലാവർക്കുമായിട്ട് കൊടുക്കാൻ നമ്മളാൽ പറ്റുന്ന രീതിയിൽ ഷെയർ ചെയ്യുക. അതൊരു പ്രാർത്ഥനയാണ്. ഗ്രൂപ്പിലേക്ക് നമ്പർ തന്ന് ചേർക്കുക. അത് എല്ലാവർക്കും കിട്ടുമാറാകട്ടെ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഇത് നമ്മളിലൊക്കെ മുത്തശ്ശിമാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ്. കുട്ടികളുണ്ടാവില്ല. അപ്പോൾ കുട്ടികളുടെ സഹായം കൂടി കുറേശ്ശെ സ്വീകരിക്കുക. ചിലതൊക്കെ കുട്ടികളെ കേൾപ്പിക്കുക. അതുപോലെ ഈ ഷെയർ ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ചോദിക്കാനോ ഒക്കെ കുട്ടികളുടെ സഹായം വേണമെങ്കിൽ അത് സ്വീകരിക്കുക. മടിയൊന്നും വിചാരിക്കേണ്ട. അവർ ഒരു തവണ നിഷേധിച്ചു വെച്ചാൽ പരിഭ്രമിക്കേണ്ട. വീണ്ടും പറയുക, ആവശ്യപ്പെടുക. 10 വട്ടം പറഞ്ഞാൽ ആ കുട്ടി കേൾക്കുക. അതൊരു ഉപകാരത്തിൽപ്പെടും. ആ കുട്ടിക്കും ഇത് വേണമെന്ന് തോന്നും. കുട്ടികളിലൂടെ ഭാഗവതം നിലനിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അതിനു വേണ്ടിയിട്ട് ഭാഗവത പ്രചാരകൻ എന്ന രീതിയിൽ ഭാഗവത ഉപാസകനായിട്ടാണ് ജീവിക്കുന്നത്. അത് നിങ്ങളിലും എത്തട്ടെ, അത്രയേ ഉള്ളൂ. എല്ലാവരിലും എത്തട്ടെ, ഇതാണ് പ്രാർത്ഥന. അപ്പോൾ ഇത് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ശ്രീ ഗുരുവായൂരപ്പ നാരായണ.